അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ദുബൈയിലെ ദേറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണുള്ളത്. ദേറയിലെ അൽ സബ്ഖ എന്ന് പറയുന്ന വാട്ടർ സ്റ്റേഷനിൽ അബ്ര എന്ന് പറയുന്ന ഒരു പോർട്ട് ഉണ്ട്. അവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയുള്ള യാത്രയിലാണ് നമ്മൾ. കണ്ടില്ലേ, നാച്ചുറൽ റിവറാണ്, സോൾട്ട് വാട്ടറിൻ്റെ നാച്ചുറൽ റിവറിൽ ഇതിൻ്റെ സൈഡിലായിട്ട് ദുബൈയിലെ ഒരു വാട്ടർ ടൂറിസത്തിൻ്റെ ഒരു സംഭവമാണ് ഇവിടെ കാണാൻ പോകുന്നത്. പതിനാല് കിലോമീറ്ററോളം നീളമുള്ള ഈ നദിയുടെ ആഴമെന്ന് പറയുന്നത് 6 തൊട്ട് 7 വരെ ഡെപ്ത് ഉണ്ടെന്നാണ് ഇതിൻ്റെ കണക്ക് കൂട്ടൽ. ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്നതും എക്സ്പോർട്ട് ചെയ്യുന്നതുമായിട്ടുള്ള പല സംഭവങ്ങളും ഈ സൈഡിൽ ഉണ്ട്. AC, അങ്ങനെ ഒരുപാട് ഹോം അപ്ലയൻസ് സാധനങ്ങൾ, ഫുഡ് പ്രൊഡക്ട്സുകൾ, പിന്നെ വണ്ടികൾ, അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സുകൾ ഇവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ട്രഡീഷണൽ രീതിയിൽ ഇപ്പോഴും അവരത് ആ രീതി തന്നെ അവരിപ്പോഴും മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിന് മാറിയായിരുന്നു ഇവിടെ നിന്നും, വീണ്ടും അവരത് മെയിൻറ്റെയിൻ ചെയ്ത് വീണ്ടും ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അൽ സബ്ഖ എന്നാണ് ഈ വാട്ടർ സ്റ്റേഷൻ്റെ പേര്. ഈ വാട്ടർ സ്റ്റേഷനിലാണ് ഈ അബ്ര പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ അബ്ര എന്ന് പറയുന്നത് തന്നെ ബോട്ടാണ്. ബോട്ട് ഇത് ക്രോസ് ചെയ്തിട്ട് അൽ ഷിദ്ക എന്ന് പറയുന്ന ഒരു വാട്ടർ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. ഈ അൽ ഷിദ്ക എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ മ്യൂസിയം അവിടെ നിൽപ്പുണ്ട്. അതിനെപ്പറ്റി അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇച്ചിരി ലെങ്തിയാണത്. പക്ഷേ മ്യൂസിയത്തിലോട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ ഏതാണ്ട് ഇത് കണ്ടില്ലേ, ഇവിടെ തന്നെ കുറേ കാഴ്ചകളുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇതിനു വേണ്ടി വരുന്നുണ്ട്. പിന്നെ ഇതിനു വേണ്ടി അവർ അബ്ര ടാക്സി സർവീസുകളുണ്ട്. പിന്നെ ഒരുപാട് ഹൗസ് ബോട്ടുകളും ഒക്കെ ഇവിടെ അവൈലബിളാണ്, സ്പീഡ് ബോട്ടുകൾ. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ബോട്ടുകളും ഇവിടെ അവൈലബിളാണ്. ഈ ബോട്ടുകൾ നിർമ്മിച്ചേക്കുന്നത് ഈ ചെറിയ ഇവിടെ ഗവൺമെൻറ് സർവീസിലുള്ള ബോട്ടുകൾക്ക് 1 ദിർഹമേ ഉള്ളൂ. ഇത് നിർമ്മിച്ചേക്കുന്നത് തടി കൊണ്ടാണ്, വുഡ് കൊണ്ടാണ് ഇതിൻ്റെ ഫുള്ള് സ്ട്രക്ചർ ചെയ്തേക്കുന്നത്. അത് പഴയ രീതിയിലെ ട്രഡീഷണൽ രീതി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ആണ് ഇത് ചെയ്തേക്കുന്നത്. 1950 ഈ റിവർ കൺസ്ട്രക്റ്റ് ചെയ്തേക്കുന്നതെന്നാണ് ഇവർ ഹിസ്റ്റോറിക്കലായിട്ട് പറയുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, നല്ല വ്യൂ ആണ് അവിടെ നിന്ന് നമ്മൾക്ക്. ഇവിടെ ഈ ബോട്ടിങ് 200 കിലോമീറ്റർ തൊട്ട് 1200 കിലോമീറ്റർ വരെയാണ് ഈ ബോട്ട് സർവീസ്. ഇത് സർവീസ് ചെയ്യുന്ന അത്രയും കിലോമീറ്ററുകൾ മാത്രമേ ഇത് സർവീസ് ചെയ്യുന്നുള്ളൂ. അത്ര ചെറുതാണ്, പക്ഷേ ആ ഒരു ഭംഗി, അത് നല്ല അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഈ അബ്രായിക്കൂടെ നമ്മൾ ഈ ക്രോസ് ചെയ്യുമ്പോൾ. ഈ ക്രോസ് ചെയ്ത് നമ്മൾ അടുത്ത ഒരു അൽ ഷിദ്ക എന്ന് പറയുന്ന ഒരു വാട്ടർ സ്റ്റേഷനിലോട്ടാണ് അടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത്. അതെന്ന് വെച്ചാൽ ഈ ബർത്തുബയുടെ ബോർഡറാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ആ മ്യൂസിയത്തിലേക്ക് പോകുന്നവരും പിന്നെ അൽ കരാമയിലേക്ക് പോകുന്നതും എല്ലാം ഈ ബോട്ട് സർവീസ് വഴി പോകുന്നവരും ഉണ്ട്. എളുപ്പവുമാണ്, അധികം തിരക്കൊന്നുമില്ല. പക്ഷേ ധാരാളം ബോട്ടുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഓരോ മിനിറ്റുകൾ വെച്ചിട്ട് ബോട്ട് സർവീസ് നടത്തുന്നുണ്ട്. ഫുൾ ടൈം അവിടെ അവൈലബിൾ ആണ് ഈ സംഭവം. കണ്ടില്ലേ, ധാരാളം ഷിപ്പുകളും എല്ലാം ഈ സൈഡുകളിലെല്ലാം നിർത്തിയിട്ടേക്കാണ്. ഈ ഷിപ്പുകളൊക്കെ ബോട്ടുകളും എല്ലാം പോകുന്നത് രാത്രി കാലങ്ങളിൽ ഇത് ഫുള്ള് ലൈറ്റൊക്കെ വെച്ചിട്ട് പാർട്ടി നടത്താറുണ്ട് ഇതിൻ്റെ അകത്ത്.
അത് എന്താ ഫീ ഇച്ചിരി കൂടുതലാണ് അതിനൊക്കെ. അത് ഇങ്ങനെ നല്ല ഭംഗിയാണ് അതിങ്ങനെ കാണാൻ. രാത്രി സമയങ്ങളിൽ അത് ഇത്രയും നമുക്ക് ക്ലിയർ ആവത്തില്ല. അത് കാരണമാണ് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ സമയത്ത് നമ്മൾ ഇറങ്ങിയത്. കണ്ടില്ലേ, സൂര്യാസ്തമിക്കാറായി. ഒരുപാട് വലിയ ബോട്ടുകളൊക്കെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. പിന്നെ ഈ സൈഡുകളിലെല്ലാം ഇവർ ബിസിനസ്സും ടൂറിസത്തിനും വേണ്ടിയിട്ട് നിർമ്മിച്ചേക്കുന്ന ഹോട്ടലുകളും റിസോർട്ടുകളും വില്ലകളും ഒക്കെയാണ്. ഇവിടെ ധാരാളം ടൂറിസ്റ്റുകളും എല്ലാം ഇവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. കണ്ടില്ലേ, നമ്മൾ അവിടെ കാണുന്ന ആ ഷിപ്പും അതിൻ്റെ ബാക്കിൽ കാണുന്ന ഒരു പാലസുണ്ട്. ആ പാലസാണ് ഇവിടെ മ്യൂസിയം, അൽ ഷിത്ക എന്ന് പറയുന്ന മ്യൂസിയം. അവിടെ നമ്മൾക്ക് പോകാൻ പറ്റിയില്ല. നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ കണ്ടില്ലേ, ഇതെല്ലാം ഒരുപാട് ഹോട്ടലുകളും അതിൻ്റെ സൈഡിലായിട്ട് അവരുടെ ബോട്ടുകളായിരിക്കാം ഈ സൈഡുകളിലെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കനാലിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് അവർ വൈൽഡ് ലൈഫ് ടൂറിസത്തിന് വേണ്ടി പുതിയ ഒരു കനാൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാൽ അലൈൻ ഇതിൻ്റെ ഒരു ഭാഗമാണെന്നാണ് ഇവരുടെ ഹിസ്റ്ററി. അങ്ങനെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കേ.